സമ്പൂർണ്ണ വാരഫലം 2026 ഓഗസ്റ്റ് 16 മുതൽ 22 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വാരത്തിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും ലക്ഷ്യങ്ങൾ വിജയകരമായി കൈവരിക്കുന്നതിനും അനുകൂലമായ അന്തരീക്ഷമുണ്ട്. തൊഴിൽ രംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോടുള്ള പ്രവർത്തിക്കുവാൻ സാധിക്കുകയും മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ മുൻപ് നടത്തിയ ആസൂത്രണങ്ങൾ ഗുണം ചെയ്യുമെങ്കിലും അനാവശ്യമായ ചെലവുകൾ കർശനമായി നിയന്ത്രിക്കുന്നത് ഉചിതമായിരിക്കും. കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുന്നത് സന്തോഷം നൽകുകയും ക്ഷമയോടുള്ള സമീപനം വലിയ വിജയങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ മനസ്സിൽ ചില സങ്കീർണതകളും ആശയക്കുഴപ്പങ്ങളും അനുഭവപ്പെടുമെങ്കിലും വാരമധ്യത്തോടെ തൊഴിലിലും വ്യക്തിജീവിതത്തിലും സ്ഥിരതയും സമാധാനവും പുലർത്തുവാൻ സാധിക്കും. സാമ്പത്തിക മേഖലകളിൽ അനുകൂല സാഹചര്യങ്ങളും നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടവും ഉണ്ടാകും. സഹപ്രവർത്തകരുടെ സഹകരണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. എന്നാൽ വാരത്തിന്റെ അവസാനം ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കും. മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ആശയവിനിമയവും മികച്ച ചിന്താശേഷിയും മുൻനിർത്തി പുതിയ അവസരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന ആഴ്ചയാണ് ഇത്. തൊഴിൽപരമായ കാര്യങ്ങളിൽ പുതിയ സഹകരണങ്ങൾ വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ ആസൂത്രണം ഭാവിയിലെ സുരക്ഷിതത്വത്തിന് ഏറെ സഹായിക്കും. എങ്കിലും മറ്റുള്ളവരുമായുള്ള ആശയവിനിമയത്തിലെ അനാവശ്യമായ വിമർശനങ്ങൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. വാരത്തിന്റെ അവസാനം ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിൽ സ്നേഹവും പരസ്പര വിശ്വാസവും വർദ്ധിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. മനസ്സിന്റെ ശാന്തതയ്ക്കും കുടുംബാംഗങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നതിനും ഈ വാരത്തിൽ പ്രത്യേകം പ്രാമുഖ്യം നൽകുന്നുണ്ട്. ഔദ്യോഗിക കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവമുള്ള സമീപനം എല്ലാ തടസ്സങ്ങളും ലളിതമായി മറികടക്കുവാൻ സഹായിക്കും. സാമ്പത്തിക സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സാധിക്കുമെങ്കിലും പുതിയ വായ്പകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചെറിയ തോതിൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമെങ്കിലും വിശ്രമം വഴി അവ പരിഹരിക്കപ്പെടും. വാരത്തിന്റെ അവസാനം സാമ്പത്തിക ഉന്നതിയും തൊഴിൽ വിജയവും കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. നേതൃപാഠവും ആത്മവിശ്വാസവും വേറിട്ടു നിൽക്കുന്ന ഈ വാരത്തിൽ ജോലിസ്ഥലത്ത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും അവ വിജയകരമായി പൂർത്തിയാക്കുവാനും സാധിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി ദൃശ്യമാവുകയും സാമൂഹിക അംഗീകാരവും ബഹുമാനവും വർദ്ധിക്കുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വാരത്തിന്റെ അവസാനത്തോടെ പ്രിയപ്പെട്ടവരുടെ വിയോഗം പോലുള്ള വിഷമകരമായ സംഭവങ്ങൾ മനസ്സിന് വലിയ ആഘാതമുണ്ടാക്കിയേക്കാം. അതിനാൽ ആത്മസംയമനം കൈവിടാതെ പ്രതിസന്ധികളെ നേരിടുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ വളരെ നാളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം സഫലമാവുകയും ചിന്തകളിൽ വ്യക്തത പുലർത്തുവാൻ സാധിക്കുകയും ചെയ്യും. ഔദ്യോഗിക മേഖലകളിൽ മുൻപ് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ അനുകൂലമായ അന്തരീക്ഷം ഒരുങ്ങും. കുടുംബാംഗങ്ങളുമായി നല്ല ആശയവിനിമയം നിലനിൽക്കുന്നത് ആത്മബന്ധം കൂടുതൽ ദൃഢമാക്കും. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും പൂർണ്ണമായ പിന്തുണയും സഹായവും ലഭിക്കുന്നത് കാണും. ഇത്തരം അവസരങ്ങൾ ഭാവിയിലേക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിലും വ്യക്തിജീവിതത്തിലും കൃത്യമായ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സാധിക്കുന്ന വളരെ അനുകൂലമായ ഒരു വാരമാണിത്. ബിസിനസ്സിലോ കൂട്ടായ സംരംഭങ്ങളിലോ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക വളർച്ചയുടെ പുതിയ വാതിലുകൾ തുറക്കപ്പെടാം. ഈ വാരത്തിൽ പുതിയ ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ മിതമായ നിക്ഷേപങ്ങളും കാര്യക്ഷമമായ ആസൂത്രണവും സ്വീകരിക്കുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. കൂട്ടായ്മകളിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കൂടി മാനിക്കുന്നത് മുന്നേറ്റം നൽകുവാൻ സഹായിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സ്വന്തം കഴിവുകളിൽ നിന്നും ലക്ഷ്യങ്ങളിലും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണിത്. ജോലിസ്ഥലത്ത് യാദൃശ്ചികതയോടെയുള്ള പ്രവർത്തനം മികച്ച മുന്നേറ്റങ്ങൾക്ക് കാരണമാകും. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനും അനുകൂലമായ സാഹചര്യം രൂപപ്പെടും. എന്നാൽ വ്യക്തിബന്ധങ്ങളിൽ പ്രത്യേക സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ അപമാനമോ ധനനഷ്ടമോ ഉണ്ടായേക്കാം. മാനസികമായ വീര്യവും ആത്മവിശ്വാസവും ഉയർത്തുന്നത് എല്ലാ വെല്ലുവിളികളെയും വിജയകരമായി നേരിടുവാൻ പ്രാപ്തനാക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ചും പുതിയ പദ്ധതികളെക്കുറിച്ചും വളരെ വ്യക്തമായ കാഴ്ചപ്പാട് രൂപപ്പെടുവാൻ ഈ വാരം സഹായിക്കും. തൊഴിൽ രംഗത്ത് പുതിയ പരിചയങ്ങളും അനുകൂലമായ അവസരങ്ങളും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുവാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം ലഭിച്ചേക്കാം. സാമ്പത്തികമായി സ്ഥിരത പുലർത്തുവാൻ സാധിക്കുമെങ്കിലും ധൃതി പിടിച്ച തീരുമാനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കുടുംബങ്ങളിൽ സന്തോഷകരമായ സമാധാനപരമായ അന്തരീക്ഷങ്ങൾ നിലനിൽക്കും.
ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള പ്രവർത്തനം വിജയം നൽകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ചില അലച്ചിലുകളും തടസ്സങ്ങളും അനുഭവപ്പെടുന്നതിനായി തോന്നാമെങ്കിലും ദൈവാധീനത്താൽ അവയെല്ലാം വിജയകരമായി മറികടക്കുവാൻ സാധിക്കും. കഠിനാധ്വാനത്തിന് വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു വാരമാണിത്. തൊഴിൽ രംഗത്ത് വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ തേടിയെത്താമെങ്കിലും അത് പിന്നീട് വലിയ വളർച്ചയ്ക്ക് കാരണമാകും. സാമ്പത്തിക കാര്യങ്ങൾ മുൻകരുതലെടുക്കുന്നത് ശക്തമായ സമീപനം ആവശ്യമാണ്. മുതിർന്നവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നത് പ്രതിസന്ധികളെ എളുപ്പത്തിൽ തരണം ചെയ്യുവാൻ സഹായിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരിട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ചെറിയ തോതിൽ മനഃശാന്തി കുറവോ ആരോഗ്യ പ്രശ്നമോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാമെങ്കിലും വാരം പുരോഗമിക്കുമ്പോൾ സർഗാത്മകതയും പുതിയ ചിന്തകളും മനസ്സിലേക്ക് കടന്നുവരും. ബിസിനസ്സിലും തൊഴിൽപരമായും പുത്തൻ രീതികൾ പരീക്ഷിച്ച് മികച്ച സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ സഹായിക്കും. കൂട്ടായ പ്രവർത്തനങ്ങൾ വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ അനുകൂലമായി മാറി വരുന്നത് ഒരു സന്തോഷകരമായ വാരമായിരിക്കും ഇത്. മീനം രാശി പൂരട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആത്മീയമായി വ്യക്തിപരമായ ചിന്തകൾക്ക് ഈ വാരത്തിൽ പ്രത്യേക മുൻതൂക്കം ലഭിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് ചെറിയ തടസ്സങ്ങൾ നേരിട്ടാലും നിങ്ങളുടെ ക്ഷമയും യുക്തിയും വഴി അവ വിജയകരമായി പരിഹരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക നിയന്ത്രണം കർശനമായി പാലിക്കുന്നത് അനാവശ്യമായ ബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടുവാൻ സഹായിക്കും. പ്രിയപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണ മനസ്സിന് കൂടുതൽ കരുത്തേകുന്നതാണ്. വാരത്തിന്റെ അവസാനം തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ പ്രീതിയോ ഔദ്യോഗിക സ്ഥാനക്കയറ്റമോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.